ഞാൻ എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത്. ഒരു മാസമായിട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്. അനിയത്തി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവളുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് കൂട്ടിന് വേണ്ടിയിട്ട് വന്നതാട്ടോ. അങ്ങനെ ഒരു മാസം ഇത്ര പെട്ടെന്നാണ് കടന്നു പോയത്. അങ്ങനെ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നിരുന്നു കേട്ടോ. ആൾ ലീവാണ് ഇന്ന്, അതുകൊണ്ട് ഇന്ന് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പം നല്ല ചൂടാണ്, വീട്ടിലൊന്നും നിൽക്കാൻ പറ്റൂല, ഭയങ്കര ചൂടാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ചൂടൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ക്ലൈമറ്റ്? ഇവിടെ ഭയങ്കര ചൂടാണ്. ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോവായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് പോവാണ്. ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ കുറച്ചങ്ങോട്ട് പോയൊരു പുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുഴ നല്ല രസമുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ്. വെള്ളം ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. അങ്ങനെ നിറയെ ബൈക്ക് ഉണ്ട് കേട്ടോ. ബൈക്ക് കണ്ടപ്പോൾ വിചാരിച്ചു ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. ഇതാട്ടോ പുഴയുടെ അവസ്ഥ. ഒരു തുള്ളി വെള്ളം പോലും അവിടെ ഇല്ല. ഒന്ന് കുളിക്കാൻ പോലും വെള്ളമില്ല കേട്ടോ അവിടെ. അങ്ങനെ കുറച്ച് വെള്ളം ആ തലയ്ക്കുണ്ട് കേട്ടോ. ഒരു സൈഡിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ. വറ്റി വരണ്ടിട്ടുണ്ട്, ഭയങ്കര വരൾച്ചയാട്ടോ. നിങ്ങൾ കണ്ടില്ലേ ആ പുലിയുടെ ഫോട്ടോ വരച്ചത്? അത് വരച്ചതാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അത് സത്യത്തിലുള്ളതാണെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഫാൻസിയിലേക്ക് പോയിട്ടോ. അനിയത്തിക്കൊരു കുഞ്ഞു ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് കരുതി. അങ്ങനെ അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ.